ഹായ് ഹലോ. അപ്പം നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ വ്ളോഗാണിത്. ഇനി വെറുപ്പിക്കലുണ്ടാകത്തില്ല. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇന്ന് ഇന്നത്തെ പരിപാടി ഹാരി പോട്ടർ വാക്കിംഗ് ടൂറാണ്. അപ്പോൾ അവിടുത്തെ സ്ഥലത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഹോട്ടലിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ വാക്കിംഗ് ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉള്ളൊരു വാക്കിംഗ് ടൂറാണ്. അപ്പോൾ ആദ്യം വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അതിനുശേഷം വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ് വരുന്നത്. ബെഞ്ചമിൻ എന്നാണ് ആളുടെ പേര്. ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ വാക്കിംഗ് ടൂറ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ഈ മെയിൽ അയച്ചു തരും. അവിടെ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ട് ഒരു 1.5 മണിക്കൂർ നീണ്ട വാക്കിംഗ് ടൂറാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആൾ പറഞ്ഞു തരികയാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. Any plans here? No, we want to visit some other places here. Oh, nice. So it's a road trip. Yes. Great to have. So hopefully you enjoyed this trip. Yeah. And you enjoyed the tour and enjoyed your time on the holiday. Okay, thank you. You're very welcome. അങ്ങനെ தான் ഞങ്ങളുടെ വാക്കിംഗ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എഡിൻബ്ര മാർക്കറ്റിൽ നിന്ന് ഞങ്ങളിപ്പം ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ്. അതായത് ബെഞ്ചമിൻ ഇപ്പോൾ പറയുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് ബാൽമോറൽ ഹോട്ടൽ എന്നാണ്. ഈ ഹോട്ടലിൽ 552 എന്ന റൂം നമ്പറിൽ ഇരുന്നിട്ടാണ് ജെ.കെ. റോളിങ് ഹാരി പോട്ടർ എന്ന ബുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡിൻബ്ര സിറ്റി ഹാരി പോട്ടർ എന്ന ബുക്കും ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. കാരണം ഈ സിറ്റിയാണ് ഹാരി പോട്ടർ എന്ന ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എഴുതാനായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ബെഞ്ചമിൻ പറഞ്ഞു തന്നു. ഇപ്പം നമുക്ക് ഈ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ, അതായത് ഈ ജെ.കെ. റോളിങ് താമസിച്ച ആ ഒരു റൂമിൽ താമസിക്കണമെങ്കിൽ ഏകദേശം 2000 പൗണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും ഒരു നൈറ്റ് ഈ ഒരു ഹോട്ടലിൽ തങ്ങണമെങ്കിൽ. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ആ റൂമിൻ്റെ പിക്ചർ നമുക്ക് ടാബിൽ കാണിച്ചു തന്നു. 2006 ജെ.കെ. റോളിങ് ഇവിടെ താമസിക്കുന്നതും ഈ ഹാരി പോട്ടർ എന്ന ബുക്ക് എഴുതാനായിട്ട് ഇടയായതും. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ആ ഒരു ബുക്കും ജെ.കെ. റോളിങ്ങും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ബെഞ്ചമിൻ പറഞ്ഞു തന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എഡിൻബ്ര യൂണിവേഴ്സിറ്റി കോളേജിലാണ്. സോ ഇവിടെ ജെ.കെ. റോളിങ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള പല പ്രൊഫസേഴ്സിൻ്റെയും നെയിം നമുക്ക് ആ ഒരു ഫിലിമിലും ബുക്കിലും കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇൻസ്പയർ ചെയ്ത മറ്റൊരു സ്ഥലം. അപ്പം ഇവിടെയുള്ള ചില നെയിമുകൾ, അതായത് ഇവിടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ കുറച്ച് നെയിമുകൾ ഹാരി പോട്ടർ എന്ന ക്യാരക്ടറും ആ ബുക്കിലും ജെ.കെ. റോളിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കോളേജ് വരുന്നത്. അദ്ദേഹം വിസിറ്റ് ചെയ്ത പ്ലേസിൽ മറ്റൊരു സ്ഥലമാണിത്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിന് എലിഫൻറ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ജെ.കെ. റോളിങ് ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് 2 ബുക്കുകൾ എഴുതി തീർത്തതെന്നാണ് പറയുന്നത്. സോ ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ നെയിമൊക്കെ കാണാൻ പറ്റും എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലോത്തിയൻ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു. ഇവിടെയാണ് മറ്റേ നമ്മുടെ ഹാരി പോട്ടറിനകത്ത് വിച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് ഇൻസ്പയർ ചെയ്ത പ്ലേസാണ് ഇത്. അപ്പോൾ ഈ സ്ട്രീറ്റിലും ഇവിടുത്തെ കുറേ സ്ട്രീറ്റിൻ്റെ നെയിമുകളും ഒക്കെ ഈ ഒരു ബുക്കിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, പോർട്ട് എന്ന ഒരു ടണലിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാരി പോട്ടർ എന്നുള്ള ആ പോട്ടർ എന്നുള്ള നെയിമൊക്കെ വന്നത് ഇതുവഴിയാണ്. ഇനി നമ്മൾ നടന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ചുറ്റും കാണാൻ പറ്റും പോട്ടർ ഷോപ്പ്. പോട്ടർ എന്നുള്ള നെയിം വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉള്ള ചുറ്റും സ്ഥലങ്ങളെല്ലാം കാണുന്നത്. ഈ ബിൽഡിങ്സും ഇവിടുത്തെ സ്ഥലങ്ങളും എല്ലാം ജെ.കെ. റോളിങ്ങിനെ ഇൻസ്പയർ ചെയ്ത കാരണമായ സ്ഥലങ്ങളാണ്.
ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഒരു ഗ്രേവ് യാർഡിൻ്റെ സ്ഥലത്തേക്കാണ്, ഒരു ശവകുടീരത്തിൻ്റെ സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേയും കുറച്ച് ഇൻസ്പയർ ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ആ ഫസ്റ്റ് 2 ബുക്കുകളിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബുക്ക് വായിച്ചവർക്ക് മനസ്സിലാകും. പിന്നെ ഞങ്ങളിനി സ്ട്രീറ്റിൽ കൂടെ നടന്നു. വീണ്ടും ഞങ്ങളിനി കയറാൻ പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ഇതാണ് നമ്മുടെ എഡിൻബ്രയുടെ നാഷണൽ മ്യൂസിയമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുക്ക് വായിച്ചവർക്കറിയാം, നമ്മുടെ ഡയഗണാലി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ആ ഒരു ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിലിമിനകത്ത് കണ്ടിട്ടുള്ളവർക്കറിയാം. അതെല്ലാം ഇൻസ്പയർ ചെയ്തത് ഈ നാഷണൽ മ്യൂസിയത്തിൽ വന്ന് കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ജെ.കെ. റോളിങ് ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. മേരി ക്വീൻ ഓഫ് സ്പോർട്സ്. ആ കോഴി ഇരിക്കുന്നു. നടക്കാൻ ഭയങ്കര പാടാ, ലിവറൊക്കെ ഉണ്ട് ഇതിന് കുറെ. Hagrid then promptly picks up this stone, places it, said, പോയി തൊട്, ചേട്ടാ മാത്രം തൊടാ. ഓ ലക്ക് കിട്ടട്ടെ. അപ്പോൾ അതാ ഇപ്പം നമ്മൾ ഒരു സെമിട്രിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പട്ടിക്കുട്ടീനെ അടക്കിയേക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണാം. എന്തോ ടോബിന്നോ അങ്ങനെ എന്താണ് അവിടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിമയുണ്ട്. അതിൻ്റെ തലയിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ലക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ അതൊക്കെ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു സെമിത്തേരിയിലേക്കാണ് പോകുന്നത്. ഇതിൽ നമുക്ക് ആ ബുക്കിലും സിനിമയിലുള്ള ഒത്തിരി ക്യാരക്ടേഴ്സിൻ്റെ പേര് കാണാൻ പറ്റും. ഈ ഒരു സെമിട്രി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജെ.കെ. റോളിങ് ഈ നെയിംസ് ആ ഒരു സിനിമയിൽ യൂസ് ചെയ്തത്, ആ ബുക്കിൽ യൂസ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ പട്ടിക്കുട്ടിയുടെ കല്ലറ വരുന്നത്. ബാക്കി അങ്ങനെ ഒത്തിരി പേര് അടക്കിയേക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഓരോ കല്ലറയിലെയും പേരുകൾ നമുക്ക് ആ ബുക്കിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേരുകളായിട്ട് കാണാൻ പറ്റും. He was rolling in money. She was then able to send both of her daughters here, just like they had truly wanted. അങ്ങനെ ഫൈനലി സെമിട്രി ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ വിക്ടോറിയ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. എഡിൻബ്രയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ട്രീറ്റാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം പല കളറിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ബാക്കി നോക്കിയാൽ കാണാം, നല്ല ഭംഗിയാണ്. ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി നടക്കുന്ന ഒരു പ്ലേസും കൂടെയാണ് ഈ വിക്ടോറിയ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെയും നമുക്ക് കുറേ ഷോപ്പുകൾ കാണാം, ഹാരി പോട്ടർ ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. ഇവിടെയൊക്കെയും ജെ.കെ. റോളിങ് ഇതെല്ലാം ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ബെഞ്ചമിനുമായിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കയറി. എന്നിട്ട് ബെഞ്ചമിനും ബാക്കി ടീമുകളും എഡിൻബ്ര കാസ്റ്റിലേക്കാണ് പോയത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങളിവിടെ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. ഇതാണ് അവിടുത്തെ ഒരു ഹാരി പോട്ടർ ഇൻസ്പയർഡ് ഒരു ഷോപ്പാണിത്. ഇതിനകത്ത് നമുക്ക് കുറേ സാധനങ്ങൾ കാണാൻ പറ്റും ഹാരി പോട്ടറിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വിസാർഡ് സ്റ്റിക്ക്, ആ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ മറ്റേ സിനിമയ്ക്കകത്ത് കാണുന്നത്, അതൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാജിക് സ്റ്റിക്ക്, അങ്ങനെ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഹാരി പോട്ടറിൻ്റേതായിട്ട് വരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവുമാണ്. അപ്പോൾ ഹാരി പോട്ടറിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നാഷണൽ മ്യൂസിയത്തിലേക്ക് പോയി. ഞങ്ങൾ ഇതൊന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു കാറിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ നാഷണൽ മ്യൂസിയത്തിലേക്ക് പോയി. നമുക്ക് ഇതിനകത്ത് റൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പൗണ്ട് ഇടണം. പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം പോലെ ഈ കാറിനകത്ത് ഇരുന്ന് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് വിൻചേട്ടനോട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറാൻ പോവാണ്. ഇത് സ്പോർട്സ് കാർ ടൈപ്പ് ഒരു കാറാണ് കേട്ടോ. അപ്പോൾ അതാ വിൻചേട്ടൻ കയറിയിരുന്ന് ഓടിക്കുകയാണ്. അങ്ങനെ ജസ്റ്റ് ഒരു ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇനി അടുത്തത് എനിക്ക് കയറിയിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കയറാൻ ഭയങ്കര പാടാണ്. നമ്മുടെ സാധാ ഇതുപോലെ അല്ലല്ലോ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതാ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓടിക്കുന്നതനുസരിച്ചാണ് വീഡിയോയിൽ അത് പോകുന്നത്, കാറ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉള്ള ഒരു ഗെയിമാണ്. ജസ്റ്റ് ഒരു ഫൺ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹാരി പോട്ടർ വാക്കിംഗ് ടൂറൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നേപ്പാളി ഒരു ഹോട്ടലിലാണ് കയറിയത്. നമ്മുടെ ഫുഡൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ താലിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ വന്നു, നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതായത് ഇതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറേ സ്ഥലത്ത് കയറി. ഇത് നമുക്ക് ലക്ക് തരുന്ന കുറേ സ്റ്റോൺസാണ് കേട്ടോ. പലതുണ്ട്, വെൽത്ത് വരാനുണ്ട്, ആൻസൈറ്റി മാറാനുള്ളത്, അങ്ങനെ ഓരോ സ്റ്റോൺസിനും ഓരോ മീനിങ്സാണ്. അങ്ങനെ കുറേ ഷോപ്പിൽ കയറി കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ മേടിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത്യാവശ്യം കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വേറെ ഒന്നും ഇനി വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ കാണിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. തെർമോക്കോൾ കൊണ്ടാണ് ഉണ്ടാക്കി ചെയ്യുന്നത്.